ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 14 ശിശുദിനം. നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ ആഘോഷം. അവരുടെ ആഘോഷത്തിൽ നമ്മളും പങ്കുചേരണ്ടേ? അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്രാവശ്യവും നമ്മൾ കുട്ടികളെ തയ്യാറാക്കി. അതായത് നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികളെ ഭാരതാംബയായിട്ടും ചാച്ചാജിമാരായിട്ടും അതുപോലെ മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി അങ്ങനെ പല 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 വേഷത്തിലിങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം ഒരുക്കി. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം വലിയ റാലി ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ജംഗ്ഷൻ വരെ ഒന്ന് റാലിയായിട്ട് പോകാറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ സ്കൂളിൻ്റെ ആ ചുറ്റുമായിട്ട് മാത്രമേ ഒന്ന് നടന്നിട്ടുള്ളൂ. കാരണം നമ്മുടെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2024 നമ്മുടെ ജില്ലയിൽ നടത്തുവാണല്ലോ. നവംബർ 15, 16, 17, 18 തീയതികൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ദീപശിഖ പ്രയാണം ഓരോ സ്കൂളുകളിലും എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിലെത്തിയായിരുന്നു. 10:30 കഴിഞ്ഞപ്പം പ്രയാണമെത്തി. അപ്പം നമുക്ക് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾ കൂടി നമുക്ക് പൂർത്തീകരിക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്കുള്ള റാലി ഒഴിവാക്കിയത്. അപ്പോൾ 10:30 കഴിഞ്ഞപ്പോൾ തന്നെ ദീപശിഖ എത്തി. നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ പ്രദീപ് സാറ് സ്വാഗതം പറഞ്ഞു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ദീപശിഖയെ വരവേറ്റത് കേട്ടോ. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ശിശുദിനവും ദീപശിഖയെ വരവേറ്റതുമൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, സി യു.